എവരി വൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മജസ്റ്റിക്കിനടുത്തുള്ള അല്ലെങ്കിൽ KR മാർക്കറ്റിനടുത്തുള്ള ബാംഗ്ലൂർ ഫോർട്ടിലേക്കാണ്. അതായത് ബാംഗ്ലൂരിൻ്റെ ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ബാംഗ്ലൂർ ഫോർട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ പോകാനായിട്ട് വളരെ എളുപ്പമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ബസ്സിൽ പോകാം, അതിനൊക്കെ മെട്രോയിൽ പോകാം, അല്ല നമ്മൾ സ്വന്തം വണ്ടിയിൽ പോവുകയാണെങ്കിലും ഏത് രീതിയിൽ പോയാലും എളുപ്പമാണ്. സിറ്റിക്ക് നടുവിലാണ്. സോ മെട്രോയിൽ പോവുകയാണെങ്കിൽ KR മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസ് തൊട്ടടുത്ത് തന്നെയാണ്. അതേപോലെ തന്നെ ബസ്സിൽ പോവുകയാണെങ്കിൽ KR മാർക്കറ്റിന് തൊട്ട് മുമ്പുള്ള വിക്ടോറിയ ഹോസ്പിറ്റലിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്. അതായത് ഈ വിക്ടോറിയ ഹോസ്പിറ്റലിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് ബാംഗ്ലൂർ ഫോർട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ ഇവിടെ പാർക്കിംഗ് ഇല്ല. അടുത്തുള്ള വിക്ടോറിയ ഹോസ്പിറ്റലിനകത്ത് പേ പാർക്കിംഗ് ഉണ്ട്. നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടന്നു വരാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് വരുന്നതെന്ന് വെച്ചാൽ രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ്. അതേപോലെ ഇതിന് എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് അകത്ത് കയറാം. പിന്നെ മെയിനായിട്ട് അകത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് പറഞ്ഞാൽ അകത്ത് നല്ല വൃത്തിയാണ്. അപ്പോൾ അത് നമ്മൾ അതേ കണക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ അഴുക്കാക്കാനോ വേസ്റ്റ് ഇടാനോ ഒന്നും പോകരുത്. അതുപോലെ തന്നെ അകത്ത് കയറരുത് അല്ലെങ്കിൽ ചവിട്ടരുത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അടുത്തൊന്നും കയറാനോ ചവിട്ടാനോ പോകരുത്. അതേപോലെ തന്നെ നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്ത് തന്നെ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ ആ ടെമ്പിളിൽ പൂജയൊക്കെ നടക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് അവിടെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കാനോ അല്ലെങ്കിൽ ചവിട്ടാനോ അഴുക്കാക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അകത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ബാംഗ്ലൂർ ഫോർട്ടിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ കോട്ടയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയുടെ സ്ഥാപകനായ കെമ്പേഗൌഡ, നാടപ്രഭു കെമ്പേഗൌഡ 1537 മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു കോട്ടയാണിത്. പിന്നീട് ഈ കോട്ടയ്ക്ക് ചുറ്റുമാണ് ബാംഗ്ലൂർ പട്ടണം ഉണ്ടായത് എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം കിങ് ഹൈദരാലിയുടെ കാലഘട്ടത്തിൽ, അതായത് 1761 ഇത് മണ്ണുകൊണ്ടുള്ളത് മാറ്റി കല്ലുകൊണ്ട് അവർ പുതുക്കി പണിതു. ശേഷം കിങ് ഹൈദരാലിയുടെ മകനായ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലും ഇത് പുതുക്കി പണിയുകയുണ്ടായി. അതിനുശേഷം 1791 മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഉണ്ടായ സമയത്ത് ഈ കോട്ടയ്ക്ക് ഫുള്ള് തകരാർ സംഭവിച്ചെന്നാണ് പറയുന്നത്. അതായത് ഈ കോട്ട വലുതായിരുന്നു, അതിൻ്റെ 90% തകരാർ സംഭവിച്ചു പോയെന്നാണ് പറയുന്നത്. അതായത് അടുത്തുള്ള വിക്ടോറിയ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഈ കോട്ട നിന്നിരുന്ന സ്ഥലത്താണ്. ഈ കോട്ടയുടെ 90%, അതായത് എല്ലാ കവാടങ്ങളും നശിച്ചു പോയി. ഇത് 10% ആണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ചരിത്രം പറയുന്നത്. ശരിക്കും ഈ കോട്ട ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ചാൽ കൊടും കുറ്റവാളികളെ പാർപ്പിക്കാനും അതേപോലെ തന്നെ വെടിമരുന്ന് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും വേണ്ടിയിട്ടായിരുന്നു. ശരിക്കും ഇപ്പോൾ ഉള്ള ഈ കോട്ടയിൽ പോലും എല്ലായിടത്തും നമുക്ക് കയറാനുള്ള അലൗഡ് ഇല്ല. അതായത് ഇതിൻ്റെ മുകളിൽ കയറാനോ ഇതിനകത്തോട്ട് പ്രവേശിക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ല. അതേപോലെ തന്നെ 1-2 ജയിലുകൾ കാര്യങ്ങളുണ്ട്, അതിനകത്ത് പ്രവേശിക്കാനൊന്നും നമുക്ക് അനുവാദമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കോട്ടയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതങ്ങനെ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ മുകളിൽ അലൗഡ് അല്ലാത്തതെന്ന് വെച്ചാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആൾക്കാരൊക്കെ അതിൻ്റെ മുകളിൽ കയറുന്ന ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കാതൊക്കെ നടക്കുക, അങ്ങനെയൊക്കെ താഴെ വീഴും എന്നുള്ളത് കൊണ്ടാണ് മുകളിൽ ആരെയും അലൗഡ് അല്ലാത്തത്. പിന്നെ ഇവിടെ വരുന്നവർക്കാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി അതും കാണാം. അതേപോലെ തന്നെ തൊട്ടടുത്ത് KR മാർക്കറ്റ്, ബാംഗ്ലൂരിൻ്റെ നമ്പർ 1 ഷോപ്പിംഗ് കേന്ദ്രമായ KR മാർക്കറ്റ് ഫുൾ വിസിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ജയിൽ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തോട്ടൊന്നും നമുക്ക് അലൗഡ് ഇല്ല, നമുക്ക് ജസ്റ്റ് വെളിയിൽ നിന്ന് കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കവാടത്തിന്, അതായത് തെക്കേ കവാടം എന്ന് പറയുന്നത്, ഈ ഒരു കവാടത്തിന്, ഈ സൈഡിൽ കാണുന്ന കവാടത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ടെന്നാണ് ഇത് പറയുന്നത്. അതായത് ഈ കോട്ട ഫസ്റ്റ് പണിയുന്ന കാലഘട്ടത്തിൽ, അതായത് കെമ്പേഗൌഡയുടെ കാലഘട്ടത്തിൽ ഇത് പണിയുന്ന സമയത്ത് ഈ തെക്കേ കവാടം പണിയുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. അതേപോലെ തെക്കേ കവാടത്തിൻ്റെ പണി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗർഭിണീനെ ബലി കഴിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കാണുന്നതിന് തെക്കേ കവാടം, ഈ കവാടത്തിൻ്റെ പണി നടക്കണമെങ്കിൽ ഒരു ഗർഭിണീനെ ബലി കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി എത്രയും വേഗം നടക്കുമെന്ന് പറഞ്ഞു. ശരിക്കും കെമ്പേഗൌഡ നരബലിക്ക് എതിരായിരുന്നു, അത് കാരണം ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം കെമ്പേഗൌഡയുടെ മരുമകൾ, അതായത് പൂർണ്ണ ഗർഭിണിയായിരുന്ന ആ മരുമകൾ ഇവിടെ വന്ന് സ്വയമായി ബലിയായി എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ പണികൾ പൂർത്തിയായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നിറയെ കഥകളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബാംഗ്ലൂർ കോട്ട അല്ലെങ്കിൽ ബാംഗ്ലൂർ ഫോർട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം നിറയെ ബ്രിട്ടീഷുകാരെ ഇവിടെ തടവിലാക്കി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഫോർട്ട് നമ്മുടെ ബാംഗ്ലൂർ സിറ്റിക്ക് നടുവിലുണ്ടായിട്ടും നമ്മുടെ ബാംഗ്ലൂരിലുള്ള പല ആൾക്കാർക്കും ഇപ്പോഴും ഇതിനെ പറ്റിയിട്ട് അറിവില്ലാത്തതുണ്ട്. അതായത് ഞാൻ പോലും ഇങ്ങനൊരു ഇത് ഗൂഗിളിൽ കണ്ട സമയത്ത് ഞാൻ പലരോട് ഇതെനിക്ക് ബാംഗ്ലൂർ ഫോർട്ട് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ച സമയത്ത് ആർക്കും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അല്ലെങ്കിൽ KR മാർക്കറ്റിലാണ് ഇതെന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും അറിയില്ല. ശരിക്കും ഈ ഫോർട്ടിൻ്റെ ഒരു സൈഡ്, അതായത് ആ മതിലിന് അപ്പുറം KR മാർക്കറ്റാണ്. അതേപോലെ തന്നെ ഒരു സൈഡ് വരുന്നത് വിക്ടോറിയ ഹോസ്പിറ്റലാണ്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോർട്ടിൻ്റെ ഭാഗങ്ങളായിരുന്നു. അതായത് ഫോർട്ട് നിന്നിരുന്ന സ്ഥലങ്ങളാണ് വിക്ടോറിയ ഹോസ്പിറ്റൽ, KR മാർക്കറ്റിൻ്റെ. അതൊക്കെ 90%ഓളം തകർന്നു പോയിട്ട് ബാക്കി 10% ഇപ്പോൾ ഉള്ളത്. ഇനി ഈ 10% തീരുന്നതിന് മുമ്പ് ആരെങ്കിലും കണ്ടിട്ട്
കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വന്ന് മസ്റ്റായിട്ടും കണ്ടിരിക്കണം. ഇത്രയും വലിയ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം നമ്മുടെ തൊട്ട് മുമ്പിലുണ്ടായിട്ട് നമ്മളിത് കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് ഇതുവരെയും ഈ ബാംഗ്ലൂർ ഫോർട്ട് കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ഇത് വിസിറ്റ് ചെയ്തിരിക്കുക. അതേപോലെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും തിരുത്തി തരിക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂർ ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അതുവരെ ബൈ 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 ബൈ.